बुद्धि के सिद्धांत തിയറി ഓഫ് ഇൻ്റലിജൻസ് നോട്ട്സ് ഇൻ ഹിന്ദി ബുദ്ധി സിദ്ധാന്തങ്ങൾ ഹിന്ദിയിൽ പഠിക്കാം. इस क्लास में आप जानेंगे बुद्धि के सिद्धांत തിയറി ഓഫ് ഇൻ്റലിജൻസ് നോട്ട്സ് ഇൻ ഹിന്ദി. ഈ ക്ലാസ്സിൽ നമ്മൾ ബുദ്ധി സിദ്ധാന്തങ്ങൾ ഹിന്ദിയിൽ പഠിക്കാൻ പോവുകയാണ്. ജിസ്കെ അന്തർഗത് ഗാർണർ കാ ബഹുബുദ്ധി സിദ്ധാന്ത് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, റോബർട്ട് ജെ സ്റ്റേൺബർഗ് ബുദ്ധി ക ത്രിതന്ത്ര സിദ്ധാന്ത്, റോബർട്ട് ജെ സ്റ്റേൺബർഗിൻ്റെ ബുദ്ധിയുടെ ത്രിതല സിദ്ധാന്തം. നെക്സ്റ്റ് ആൽഫ്രഡ് ബിനെ का एक कारक सिद्धांत, ആൽഫ്രഡ് ബിനെയുടെ ഏക ഘടക സിദ്ധാന്തം. നെക്സ്റ്റ് സ്പിയർമാൻ का त्रिकारक सिद्धांत, സ്പിയർമാൻ്റെ 3 ഫാക്ടർ തിയറി. नेक्स्ट गार्नर का बहुकारक सिद्धांत तथा साथ ही बुद्धि की परिभाष. അതോടൊപ്പം തോണ്ടേക്കിൻ്റെ ബഹുഘടക സിദ്ധാന്തം, ആരുടെയൊക്കെ ആൽഫ്രഡ് ബിനെയുടെ ഏകാരക് സിദ്ധാന്തം, സ്പിയർമാൻ്റെ ത്രികാരക സിദ്ധാന്തം അല്ലെങ്കിൽ 3 ഫാക്ടർ തിയറി, തോണ്ടേക്കിൻ്റെ ബഹുഘടക സിദ്ധാന്തം. एवं बुद्धि की विशेषताएं, बुद्धिയുടെ സവിശേഷതകൾ, बुद्धि को प्रभावित करने वाले कारक जैसी ബുദ്ധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ഇൻ്റലിജൻസ്, ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, ബുദ്ധി ഓർ ഇൻ്റലിജൻസ്. എന്താണ് ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? സഭി വ്യക്തി സമാൻ രൂപ് സെ യോഗ്യ നഹി ഹോത്തെ ഹെ, എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല. മാനസിക് യോഗ്യത ഹി ഉൻകെ അസ്മാൻ ഹോനെ കാ പ്രമുഖ കാരൺ ഹെ, അവരുടെ മെൻ്റൽ ഡിഫറൻഷിയേഷൻ, അതായത് മാനസികമായുള്ള വ്യത്യാസമാണ് മനുഷ്യൻ ഒരുപോലെയല്ല എന്ന് പറയുന്നതിന് കാരണം. ജൈസി കൈ ബാലക് പ്രതിഭാശാലി ഹോത്തെ ഹെ, കുറേ കുട്ടികൾ വെരി ഇൻ്റലിജൻ്റ് ആണ്. ഓർ കുച്ച് സാമാന്യ, കുറച്ച് പേർ എന്ന് പറയുന്നത് ആവറേജ് ആണ്. ആൻഡ് കുച്ച് മന്ദബുദ്ധി ഹെ ഹോത്തെ ഹെ, കുറച്ച് പേർ എന്ന് പറയുന്നത് എന്താണ്, ഇഡിയറ്റ്സ് ആയിട്ട് വരുന്നതാണ്. അലഗ് അലഗ് മനോവൈജ്ഞാനികോങ്കെ ബുദ്ധിക്ക് അലഗ് അലഗ് പരിഭാഷ ദീ ഹെ, തങ്ങളുടെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ സൈദ്ധാന്തികർ പല തരത്തിലാണ് ബുദ്ധിയെ നിർവചിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും നിർവചനം ഒരുപോലെയല്ല. സോ നമുക്ക് അവരുടെ നിർവചനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വുഡ്വർത്ത് के अनुसार बुद्धि कार्य करने की एक विधि है. इंटेलिजेंस इज द वे ऑफ एक्टिंग. इंटेलिजेंस इज द वे ऑफ एक्टिंग. ബുദ്ധി കാര്യ കർണേക്ക് ഏക് വിധി ഹെ, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് വുഡ്വർത്ത് ആണ്. ഇന്റലിജൻസ് ഈസ് എ വേ ഓഫ് ആക്ടിങ്. नेक्स्ट वन, टर्मन के अनुसार बुद्धि अमूर्त विचारों के बारे में सोचने की योग्यता है. इंटेलिजेंस इज द एबिलिटी टू थिंक इन टर्म्स ऑफ एब्स्ट्रैक्ट आइडियाज. बुद्धि अमूर्त विचारों के बारे में सोचने की യോഗ്യത ഹെ. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പൂർണ്ണമല്ലാത്ത അല്ലെങ്കിൽ അമൂർത്തമായ ആശയങ്ങളെ ചിന്തിച്ച് കണ്ടെത്താനുള്ള കഴിവെന്നാണ് ടോർമാൻ പറയുന്നത്. നെക്സ്റ്റ് വൺ, ബിനെ. ബുദ്ധി ഇൻ 4 शब्दों में निहित है, ज्ञान, आविष्कार, निर्देश और आलोचना. अकॉर्डिंग टू बिने, comprehension, invention, dissection and criticism. Intelligence is contained in these 4 words. ബിനയുടെ അഭിപ്രായത്തിൽ ബുദ്ധി എന്ന് പറയുന്നത് ജ്ഞാൻ, ആവിഷ്കാർ, നിർദ്ദേശ്, ആലോചന, ഇവ 4 കൂടെ ചേരുമ്പോഴാണ് ബുദ്ധി ഉണ്ടാകുന്നത് എന്നാണ് ആര് പറയുന്നത്? ബിനെ അഭിപ്രായപ്പെടുന്നത്. നമ്മൾ കുറച്ച് ഡെഫിനേഷൻസ് കണ്ടു ബുദ്ധിയെക്കുറിച്ച്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിയുടെ സ്പെഷ്യാലിറ്റി താഴെ പറയുന്നത് പോലെയാണ്. സീഖ്നേക്ക് യോഗ്യത, എബിലിറ്റി ടു ലേൺ, പഠിക്കുന്നതിനുള്ള കഴിവ്. അമൂർത്ത് ചിന്തൻ കി യോഗ്യത, എബിലിറ്റി ഓഫ് തിങ്ക് അബ്സ്ട്രാക്ട്ലി, അബ്സ്ട്രാക്ട് തിങ്കിങ്ങിനുള്ള കഴിവ്. നെക്സ്റ്റ് വൺ, സമസ്യ കാ സമാധാൻ കർണേ കി യോഗ്യത, എബിലിറ്റി ടു സോൾവ് പ്രോബ്ലംസ്, ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനും സോൾവ് ചെയ്യാനുമുള്ള കഴിവ്. വാതാവരൺ സെ സമായോജൻ കി യോഗ്യത, എബിലിറ്റി ഓഫ് അഡ്ജസ്റ്റ് ടു വൺസ് എൻവയോൺമെൻറ്റ്, തൻ്റെ ചുറ്റുപാടുമായി ഇഴുകിച്ചേരുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനുമുള്ള കഴിവ്. ഇത് ഒരു സാധാരണ ബുദ്ധി നിലവാരമുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകതയാണ്.
इन परिभाषाओं के अनुसार बुद्धि में केवल एक तरह की क्षमता नहीं बल्कि इसमें अनेक तरह की क्षमताएं सम्मिलित होती है. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബുദ്ധിയിൽ ഒരുപാട് ഘടകങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും ഒന്നോ രണ്ടോ ഘടകം വെച്ച് നമുക്ക് ബുദ്ധിയെ നിർവചിക്കാനാകില്ല. ബുദ്ധിക്ക് വിശേഷതായം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻ്റലിജൻസ്. ബുദ്ധിയുടെ സവിശേഷതകൾ. ബുദ്ധി വ്യക്തിക്ക് ജന്മജാത ശക്തി ഹെ. ഒരു വ്യക്തി ജനിക്കുമ്പോഴേ അവന് കിട്ടുന്ന ഒരു ശക്തിയാണ് ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ബുദ്ധി വ്യക്തിക്ക് വിഭിന്ന ബാത്തോങ്കോ സീഖ്നെമേം സഹായ ദേത്തി ഹെ. വിവിധ കാര്യങ്ങൾ പഠിക്കുന്നതിന് ഒരു വ്യക്തിയെ ബുദ്ധി സഹായിക്കുന്നു. ബുദ്ധി വ്യക്തിക്ക് അമൂർത്ത ചിന്തൻ കി യോഗ്യത പ്രദാൻ കർത്തി ഹെ. ഒരു വ്യക്തിയിൽ അബ്സ്ട്രാക്റ്റ് തിങ്കിങ് അമൂർത്ത ചിന്തനം നടത്തുന്നതിന് സഹായിക്കുന്നത് ബുദ്ധിയാണ്. അനദർ ഇമ്പോർട്ടൻ്റ് വൺ, बुद्धि व्यक्ति को नवीन परिस्थितियों से समायोजन करने का गुण प्रदान करती है. ബുദ്ധി ഒരു വ്യക്തിക്ക് പുതിയ പരിസ്ഥിതിയിൽ സമായോജനം നടത്തുന്നതിന് അല്ലെങ്കിൽ ആ പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേരുന്നതിന് സഹായിക്കുന്നു. നെക്സ്റ്റ്, बुद्धि व्यक्ति की कठिन परिस्थितियों और जटिल समस्याओं को सरल बनाती है. ഒരു വ്യക്തിക്ക് കഠിനമായ സിറ്റുവേഷൻ ഡിഫിക്കൽട്ടി സിറ്റുവേഷനെയും അതുപോലെ അവൻ്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെയും വളരെ ഈസിയായി ഹാൻഡിൽ ചെയ്യുന്നതിന് ബുദ്ധി ഒരു വ്യക്തിയെ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, बुद्धि व्यक्ति को अपने अनुभवों से लाभ उठाने की क्षमता देती है. बुद्धि व्यक्ति की कठिन परिस्थितियों और जटिल समस्याओं की सरल बनाती है. अपने അനുഭവം से लाभ उठाने की क्षमता देती है. തൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് തൻ്റെ ലൈഫിനെ ബെറ്റർ ആക്കുന്നതിന് ഒരു വ്യക്തിയെ സഹായിക്കുന്നത് അവൻ്റെ ബുദ്ധിയാണ്. लास्ट वन, बुद्धि व्यक्ति को भले बुरे, सत्य असत्य, नैतिक अनैतिक कार्यों में अंतर करने की योग्यता भी प्रदान करता है. നല്ലത് ചീത്ത, സത്യം അസത്യം, നൈതികത അനൈതികത ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി ഒരു വ്യക്തിയെ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്നത് അവൻ്റെ ബുദ്ധിയാണ്. ബുദ്ധി കോ പ്രഭാവിത് കർണേ വാലെ കാരക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വംശാനുക്രം വാതാവരൺ വംശാനുക്രം തഥാ വാതാവരൺ ഇൻ ദോനോങ്കി അധഹ ക്രിയ. ഒരു വംശാനുക്രം അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ബുദ്ധിയെ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, വാതാവരൺ ചുറ്റുപാട് അവൻ്റെ എൻവയോൺമെൻറ്റ് അവൻ്റെ ബുദ്ധിയെ സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെ വംശാനുക്രം തഥാ വാതാവരൺ ഇൻ ദോനോങ്കി അധഹ ക്രിയ. വംശാനുക്രമം വാതാവരണം ഇവ തമ്മിലുള്ള ഒരു സംയോഗം എന്ന് പറയുന്നതും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഒരു വ്യക്തിയുടെ ബുദ്ധിയെക്കുറിച്ചുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. എന്താണ് ബുദ്ധി, ആ ബുദ്ധിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ, ദെൻ ബുദ്ധിയുടെ സവിശേഷതകൾ, ലാസ്റ്റ് വൺ ബുദ്ധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇത്രയും നമ്മൾ പഠിച്ചു. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ തിയറീസ് നമുക്ക് പഠിക്കാം.